ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ വിഷ്ണു ശാലിനിയുടെ കൈ തട്ടി മാറ്റി ആ വീടിന്റെ പടിയിറങ്ങാണ്. എന്നിട്ട് കാറിൽ പോയി കയറും. ഭാമ പറയും, ഡി ഇനി എന്റെ മകൻ വിഷ്ണുവിന്റെ കൺവെട്ടത്ത് പോലും നീ വന്നേക്കരുത് എന്ന് പറഞ്ഞ് ശാലിനിയെയും ശാരദാമ്മയെയും ദേഷ്യത്തോടു കൂടെ നോക്കിയിട്ടാണ് ഭാമയും അവിടെ നിന്ന് ഇറങ്ങുന്നത്. ശാലിനി ആണെങ്കിൽ ആകെ മരവിച്ച അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കരയാൻ കൂടി കഴിയുന്നില്ല. ശാരദാമ്മയ്ക്കും, മോളെ ഇത് എന്തൊരു വിധിയാടി, എങ്ങനെയൊക്കെ കൂട്ടി യോജിപ്പിച്ചാലും നിന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെയായി പോകുന്നത്. ശാലിനി കരഞ്ഞ് തളർന്ന് അവിടെ അങ്ങ് ഇരുന്നു പോവും. അവരങ്ങനെ വല്ലാത്ത സങ്കടത്തിലിരിക്കണം അവിടെ. ഇതേ സമയം സത്യഭാമയുടെ വീട്ടിലെ ശ്യാമയോടെ രാഘവേട്ടൻ പറയും, സ്കൂളിലെ പരിപാടിയൊക്കെ 4 മണി 4:30 കൂടി തീരും, ഇല്ലെങ്കിൽ 5 മണി, അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകർ തീർക്കും. സ്കൂൾ വിടാൻ ബെല്ലടിക്കാൻ ഇപ്പൊ കാത്തിരിക്കുന്നത് കുട്ടികളല്ല, സ്കൂൾ ജീവനക്കാരും അധ്യാപകരുമാണ്. ആ സ്ഥിതിക്ക് എന്ത് പരിപാടിയാണെങ്കിലും നേരത്തെ തീർക്കാനേ അവര് നോക്കൂ. ഇതിപ്പോ സമയത്രയായി, ഇത് എന്തെടുക്കാ ശ്യാമ? എനിക്കും അതാച്ചാ മനസ്സിലാവാത്തത്. പക്ഷെ മറ്റ് എന്തോ ഗൗരവമുള്ള കാര്യമായിട്ട് അവർ മറ്റെവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവാം. ഞാൻ രോഹിത്തിനെ വിളിച്ചപ്പോ അങ്ങോട്ട് വിളിക്കാം, ഞാൻ കാര്യങ്ങൾ പറയാന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അവർ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റെവിടെയോ കയറിയിട്ടുണ്ടാവുന്ന. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ശ്യാമ രോഹിത്തിനെ വിളിക്കാനേ. അല്ല, സത്യമോൾക്കും അവാർഡുള്ളതല്ലേ, ഇനി ശാലിനി എങ്ങാനും കണ്ടിട്ട് അന്നത്തെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടായിട്ടുണ്ടാവോ? അല്ല, ഭാമയുടെ സ്വഭാവം പറയാൻ പറ്റില്ല, എപ്പോ എവിടെ വെച്ച് എങ്ങനെ എന്ത് പറയണമെന്നൊക്കെ യാതൊരു ബോധവും ഇല്ലാത്തവളാ. ശ്യാമയാണെങ്കിൽ ഈ സമയം രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. രോഹിത്തിനെ ആണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അച്ഛാ. അങ്ങനെ രാഘവേട്ടൻ പറഞ്ഞതെല്ലാം കേൾക്കുമ്പോ ശ്യാമ പറയും, അങ്ങനെ ഒരു പേടി എനിക്കുണ്ടച്ചാ. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ഇവരുടെ കാർ അങ്ങോട്ട് വരികയാണേ. പപ്പിമോള് ആ മൊമെന്റോ ഒക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടി ശ്യാമയുടെ അടുത്തേക്ക് ഓടി പോവാണേ. വിഷ്ണുവാണ് വല്ലാത്തൊരവസ്ഥയില് ഭാമ ഇങ്ങനെ ദേഷ്യത്തിലകത്തേക്ക് പോകുന്നത്. അങ്ങനെ സത്യത്ത് എന്നിട്ട് പറയും, അച്ചച്ച ഇതാണ് എനിക്ക് കിട്ടിയ അവാർഡ്, എങ്ങനെയുണ്ട്? കൊള്ളാലോ, നന്നായിരിക്കുന്നു, മിടുക്കി കുട്ടിയാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കും. ഭാമയാണെങ്കിൽ ഇപ്പോഴും മറ്റേ ദേഷ്യത്തിലാ നിൽക്കുന്നത്. ഇവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ പപ്പി അത് വാങ്ങിച്ചിട്ട് ശ്യാമയ്ക്ക് കൊടുക്കും. അമ്മേ ഇതെങ്ങനെയുണ്ട്? ശ്യാമ പറയും, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കും. വിഷ്ണു ആണെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ദേഷ്യത്തിലാണ്. അങ്ങനെ ഭാമ പറയും, പൊന്നി മോൾക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുക്ക്, വാ മോളെ എന്ന് വിളിച്ചുകൊണ്ട് പപ്പിയെ കൂട്ടി പൊന്നി അവിടുന്ന് പോകും. അങ്ങനെ രാഘവേട്ടൻ ചോദിക്കും, എന്താ ഭാമ വൈകിയത്? സ്കൂളിലെ ചടങ്ങുകളിൽ ലേറ്റ് ആയിട്ടാണോ തീർന്നത്? ഭാമ പറയും, അതിനുള്ള ഉത്തരം ഏതാ ഇവള് പറയും. ഇത് കേൾക്കുന്ന ശ്യാമ തന്നെ ഞെട്ടിപ്പോവും. ഞാനോ? ഞാനെങ്ങനെ? ഭാമ പറയും, ഞാൻ എങ്ങനെ പോലും, നീയും നിന്റെ കുഞ്ഞേച്ചിയും നിന്റെ അമ്മയും കൂടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്കെ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ എനിക്കും എന്റെ മോനും വന്നിരിക്കുന്നത്. എന്നിട്ടിപ്പോ അവൾക്കൊന്നും അറിയത്തില്ല പോലും. ഭാമ പറയുന്നതൊന്നും രാഘവേട്ടനും ശ്യാമയ്ക്കും മനസ്സിലാവുന്നില്ല. കാര്യം എന്താണെന്ന് അറിയാതെ രോഹിത്ത് മുഖം തിരിക്കും. ഭാമ പറയും, അവനെ നീ കൂട്ടുപിടിക്കണ്ട, നിന്നേക്ക് ഇവിടുന്ന് അടിച്ചിറക്ക വേണ്ടത്. കള്ളക്കൂട്ടങ്ങള് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ നിങ്ങൾ അമ്മയും മക്കളും എടുക്കറാണെന്ന് എനിക്കറിയാം. ശ്യാമ സത്യമേ എന്ന് വിളിക്കുമ്പോഴും ഭാമ പറയും, പക്ഷെ ഇത് അല്പം കുറച്ച് കൂടിപ്പോയി. രാഘവേട്ടൻ പറയും, ഭാമേ നിന്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞാലല്ലേ അവൾക്ക് മറുപടി പറയാൻ പറ്റൂ. എന്തായാലും എനിക്കാണെങ്കിലും കാര്യങ്ങൾ അറിയണ്ടേ. ഡാ വിഷ്ണു, എന്താ സംഭവിച്ച സ്കൂളില്? നിന്റെ അമ്മ ഇത്രയും ദേഷ്യം പിടിപ്പിക്കാൻ മാത്രം എന്താ അവിടെ നടന്നത്? വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല. ഭാമ പറയും, സത്യയുടെ അവാർഡ് വാങ്ങിക്കാൻ സ്കൂളിൽ വന്നത് ആരാണെന്നറിയോ? രാഘവേട്ടൻ ചോദിക്കും, ആരാ? ഭാമ പറയും, സത്യയുടെ അച്ഛൻ അക്ഷയ്. ഇത് കേൾക്കുന്ന രാഘവേട്ടനും ശ്യാമയും അങ്ങ് ഞെട്ടിപ്പോവും. ശ്യാമ പറയും, ഇല്ല ഞാനിത് വിശ്വസിക്കില്ല, പച്ചക്കള്ള ഈ പറയുന്നത്. ഭാമ പറയും, രോഹിത്തെ മുഖം അടച്ചു കൊടുക്ക് ഇവൾക്കൊന്ന്. നമ്മളെല്ലാവരും നമ്മുടെ കൺമുന്നിൽ നേരിട്ട് കണ്ട കാഴ്ച ഇവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്. സത്യം പറയടി, ഡൽഹിയില് IAS ട്രെയിനിങ്ങിന് പോയപ്പോ ശാലിനിയുടെ കൂടെ അവനല്ലായിരുന്നു ഉണ്ടായിരുന്നത് അക്ഷയ്? ശ്യാമ പറയും, സത്യമേ അല്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഭാമയ്ക്കും IAS ട്രെയിനിങ്ങിന് പോയിട്ടില്ലെന്നോ അതോ കൂടെ അവൻ താമസിച്ചിട്ടില്ലെന്നോ? ശ്യാമ പറയും, നിങ്ങളൊക്കെ ഞാൻ എങ്ങനെയാ പറഞ്ഞു ബോധ്യപ്പെടുത്താ? വിഷ്ണുവേട്ടനോടല്ലാതെ മറ്റൊരാളുമായിട്ടും എന്റെ കുഞ്ഞേച്ചിക്ക് യാതൊരു ബന്ധവുമില്ല, അത് ഞാൻ ആരുടെ മുന്നിലും പറയാൻ തയ്യാറാ എന്ന് പറയുന്ന നോക്കുമ്പോ ഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരും. ഡി മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് കവളിൽ ആഞ്ഞടിക്കാണേ. ശ്യാമയും രാഘവേട്ടനും ഞെട്ടിപ്പോവും. ഭാമേ, രോഹിത്ത് പറയും, ശ്യാമേ സത്യയുടെ അച്ഛനായിട്ട് വന്നേ അവാർഡ് വാങ്ങിക്കുക മാത്രമല്ല ചെയ്തത്, പ്രസംഗിക്കുകയും കുറെ അധികം സമയം അവിടെ ചെലവഴിച്ചു എന്നാ അവിടെയുള്ളവര് പറഞ്ഞത്. അച്ഛനാണെന്നുള്ള സത്യം സമ്മതിച്ചതാ. പിന്നെ നീ ഇങ്ങനെ നടന്ന കാര്യങ്ങൾ എതിര് പറയുന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്യാമ പറയും, രോഹിത്തെ എനിക്ക് എന്റെ കുഞ്ഞേച്ചിയെ മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ആരൊക്കെ സംശയിച്ചാലും ഞാൻ എന്റെ കുഞ്ഞേച്ചിയെ സംശയിക്കില്ല എന്ന് രോഹിത്തിന്റെ അടുത്ത് എന്ന് പറയുമ്പോ ഭാമയ്ക്ക് അങ്ങ് ദേഷ്യം വരും. ഡി ഇങ്ങോട്ട് മാറി നിക്കടേ എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുക. ഇവള് പറയില്ല അതാരാണെന്നും എന്താണെന്നും ഇതിനു മുമ്പ് നടന്ന കഥകളെല്ലാം ഇവൾക്കറിയാം. പക്ഷേ ശാരദാമ്മയുടെ മകളാ ഇവള്. കള്ളങ്ങൾ ഒളിപ്പിക്കാനും പറയാതിരിക്കാനും അമ്മ പഠിപ്പിച്ച 2 മക്കള്. അതുകൊണ്ട് നേരായ രീതിയിൽ ഇവരുടെ അടുത്തുനിന്ന് ഒരു സത്യവും പുറത്തു വരില്ല. ശ്യാമ ഇങ്ങനെ കരയാ. രാഘവേട്ടൻ ചോദിക്കും, എന്തൊക്കെയാ മോളെ കേൾക്കുന്നത്?
ഇവരിങ്ങനെ പറയുന്നതില് എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഈ പറയുന്ന അക്ഷയ് എന്ന് പറയുന്ന ആളെ മോൾക്കറിയോ? ശ്യാമ കരഞ്ഞോണ്ട് പറയും, ഞാൻ എങ്ങനെ ഈശ്വര ഇതിനൊക്കെ മറുപടി പറയുന്നത്? എനിക്ക് ഇവരെ കുറിച്ചൊന്നും അറിയില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്റെ കുഞ്ഞേച്ചി ഒരു തെറ്റുകാരിയല്ല. വിഷ്ണുവിനെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പാവ എന്റെ കുഞ്ഞേച്ചി. മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ കുഞ്ഞേച്ചി ജീവിതം തന്നെ എന്നിങ്ങനെ പറയുന്നതും കൂടെ കേൾക്കുമ്പോ ഭാമയുടെ ദേഷ്യം ഇരട്ടിയാവണേ. ഡി കിട്ടിയതൊന്നും പോരെ നിനക്ക്? നിന്റെ ഒരു കുഞ്ഞേച്ചി. ഇതിന്റെ സത്യാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അറിയും. എന്റെ മോനെ വഞ്ചിച്ചുകൊണ്ട് അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കല്ലേ നിന്റെ കുഞ്ഞേച്ചി. വിഷ്ണു ആണെങ്കിൽ സങ്കടത്തോടു കൂടി കണ്ണൊക്കെ മറിഞ്ഞിങ്ങനെ വിഷമിച്ച് നിൽക്കുക. അങ്ങനെ ഭാമ പറയണേ, എനിക്കതൊന്ന് കാണണോടി. സ്വന്തം വീട്ടിൽ ഇത്രയും വലിയൊരു രഹസ്യങ്ങൾ നിനക്കറിയില്ലെന്ന് പറയല്ലേ. ഇപ്പൊ എനിക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായി. നീയും ചതിക്കുന്നുണ്ട്. നിന്റെ ഉള്ളിലും കള്ളത്തരങ്ങളുണ്ട്. ശ്യാമ അങ്ങ് പേടിക്കുന്നുണ്ട്. ഭാമ പറയും, ഇപ്പൊ സത്യയുടെ അച്ഛനെന്ന് പറഞ്ഞു വന്നതുപോലെ നാളെ സത്യയുടെ അച്ഛനെന്ന് പറഞ്ഞ് ആരെങ്കിലും വരുവടി? ശ്യാമ കരഞ്ഞോണ്ട് സത്യമേ. ഇത് കേൾക്കുമ്പോ രോഹിത്തും ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ ഭാമ പറയും, രോഹിത്തെ, ഇവളൊന്നും കുടിച്ച വെള്ളത്ത് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഇനങ്ങളാ. നീയോ ഒന്ന് ശ്രദ്ധിച്ചോ. അവിടെ ബൈക്കിലാണ് വന്നതെങ്കിലേ ഇവിടെ ചിലപ്പോ കാറിൽ വന്നിറങ്ങും. ഇതൊക്കെ കേൾക്കുമ്പോ രോഹിത്തിനാകെ പേടിയാവുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ സങ്കടത്തോടു കൂടി കരയാ. ശ്യാമ കരഞ്ഞോണ്ട് സത്യമേ വിളിക്കുന്നുണ്ട്. അച്ഛന്റെ നോട്ടമില്ലാത്ത പെൺമക്കളെ ഒറ്റയ്ക്ക് വളർത്തിക്കൊണ്ടുവന്ന ആ തള്ളയുടെ മക്കളല്ലേ ഇത്. ഇതിനപ്പുറവും കാണിച്ചെന്നിരിക്കും. ഡേ, ഇതിന്റെ സത്യം അറിയാതെ നീ എന്റെ മുന്നിൽ വന്നു പോവരുത്. ശ്യാമ സത്യമേന്ന് വിളിച്ച് കരയുമ്പോ പോടി എന്ന് പറഞ്ഞൊരു ഒറ്റ ഒന്നു കൊടുക്കും ശ്യാമയ്ക്ക്. എന്നിട്ട് ഭാമ എവിടുന്ന് പോവാണേ. വിഷ്ണുവിന്റെ ഈ നൃത്തമൊക്കെ കാണുമ്പോ ശ്യാമ അടുത്തേക്ക് ഓടിച്ചെല്ലും. വിഷ്ണുവേട്ട, ആരൊക്കെ സംശയിച്ചാലും വിഷ്ണുവേട്ടൻ എന്റെ കുഞ്ഞേച്ചി സംശയിക്കരുത്. എന്റെ കുഞ്ഞേച്ചി ജീവിക്കുന്നത് തന്നെ വിഷ്ണുവേട്ടന് വേണ്ടിയിട്ടാ. മറ്റൊരാൾക്കും ആ മനസ്സിൽ കയറാൻ പറ്റില്ല. ആ മനസ്സ് ഞാൻ അറിഞ്ഞതുപോലെ മറ്റാരും അറിഞ്ഞിട്ടുമില്ല. വിഷ്ണുവേട്ടാ, ഞാൻ വിഷ്ണുവേട്ടന്റെ കാല് പിടിച്ച് പറയാം, എന്റെ കുഞ്ഞേച്ചിയെ വെറുക്കരുത് എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ കാല് പിടിക്കുക. വിഷ്ണുവേട്ടൻ വെറുത്താ പിന്നെ എന്റെ കുഞ്ഞേച്ചി ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പി കരയാ. വിഷ്ണു പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറയും, ശരി, ഞാൻ എല്ലാം സമ്മതിക്കുന്നു. ഞാൻ നിന്റെ കുഞ്ഞേച്ചിയുടെ പ്രാണൻ തന്നെയാ. എന്നെ മാത്രമേ നിന്റെ കുഞ്ഞേച്ചി മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരേ ഒരു ചോദ്യം, നമ്മുടെ സത്യയുടെ അച്ഛനാരാ? വിഷ്ണു ഈ ചോദ്യം ചോദിക്കുമ്പോ ശ്യാമ ഒന്നും പറയാനാവാതെ ഞെട്ടി നിൽക്ക. ഇപ്പൊ വന്നവൻ സത്യയുടെ അച്ഛനല്ലെങ്കിൽ വേറെ ആരാ? പറ. ഇത്രയും നാൾ ഞങ്ങളാരും കാണാത്ത ശാലിനിയും അയാളും തമ്മിലുള്ള ബന്ധം എന്താ? പറ. എന്തർത്ഥത്തിലാ ഇത്ര ആൾക്കാർ പങ്കെടുക്കുന്ന സ്ഥലത്ത് അയാൾ അവിടെ വന്നത്? അതും സത്യയുടെ അച്ഛനാണെന്ന് പറഞ്ഞ്. എന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മറുപടി നീ പറയണം. ശ്യാമറും, വിഷ്ണുവേട്ട, ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എനിക്കറിയാൻ പറ്റാത്ത എന്തോ. വിഷ്ണുവറും, എടി ആ സത്യടി ഞാനിപ്പോ പറയാൻ പോകുന്നത്. ആ വന്നവനാ സത്യയുടെ യഥാർത്ഥ അച്ഛൻ. അല്ല, ഇനി ശാലിനിയാണോ സത്യയുടെ യഥാർത്ഥമ്മ? പറ. ശ്യാമ ഞെട്ടിപ്പോവും. പറ, അല്ലെങ്കിൽ നീ അത് തെളിയിക്കേ. അതുവരെ ഇതങ്ങനെ തന്നെ ഇരിക്കൂ. നീ അവളോട് പോയി പറഞ്ഞേക്ക് എന്നിങ്ങനെ സങ്കടവും ദേഷ്യമൊക്കെ വന്ന് വിഷ്ണു അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന് നിൽക്ക. ശ്യാമയാണെങ്കിൽ സങ്കടത്തോടു കൂടി കരയണേ. നേരെ രോഹിത്തിന്റെ അടുത്തേക്ക് ചെല്ലും. രോഹിത്തെ കുഞ്ഞേച്ചി. രോഹിത്ത് മുഖം തിരിക്കും. രോഹിത്തെ, ഞാൻ പറയുന്നെന്ന് എങ്ങനെ പറയുമ്പോഴേക്കും രോഹിത്തെ ശ്യാമയെ തട്ടിമാറ്റി അവിടെ നിന്ന് പോകും. രോഹിത്തിന്റെ ഈ പെരുമാറ്റവും ശ്യാമയെ സങ്കടത്തിലാക്കുന്നുണ്ട്. നേരെ രാഘവേട്ടന്റെ അടുത്തേക്ക് ചെല്ലും. അച്ഛാ, ഞാനിപ്പോ എന്താ ചെയ്യാ? രാഘവേട്ടൻ പറയും, എനിക്കറിയില്ല മോളെ. ആരെയും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. ഇതിൽ ആര് പറയുന്നതാ ശരി? എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ഇട്ട് തീ തീറ്റിക്കുന്നത്? അങ്ങ് എടുത്തൂടെ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടെ പറയണേ. ഇത് കേൾക്കുമ്പോ ശ്യാമയ്ക്കും സങ്കടാവുന്നുണ്ട്. വിഷ്ണു പുറത്തുനിന്ന് വിഷമത്തോടു കൂടി കരയാ. ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി കുടുംബശ്രീ വീട്ടിലാണ്. ശാലിനി ഇങ്ങനെ അവിടെ ഉമ്മർത്തിരുന്ന് കരയാ. വിഷ്ണുവോട് വന്ന് പറഞ്ഞ കാര്യങ്ങളും ആ തെറ്റിദ്ധാരണ മാറ്റാൻ പറ്റാത്തതും എല്ലാം ആലോചിച്ച് നല്ല സങ്കടത്തിലാ. വിഷ്ണുവേട്ടൻ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല? ഇത്രയും നാളും ഞാൻ വിശ്വസിച്ചിരുന്നതും അഹങ്കരിച്ചിരുന്നതും എന്നിലുള്ള വിഷ്ണുവേട്ടന്റെ വിശ്വാസത്തിൽ തന്നെയായിരുന്നു. ആ വിശ്വാസ ഇന്നിവിടെ തകർന്നടിഞ്ഞിരിക്കുന്നത്. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യ വിഷ്ണുവേട്ടൻ ആരോപിച്ചിരിക്കുന്നത്. ഓർക്കുമ്പോ പോലും ചങ്ക് നേറാണ് വിഷ്ണുവേട്ട. സത്യയ്ക്ക് വേണ്ടി എനിക്കൊരു വേഷം കെട്ടേണ്ടി വന്നു. അതെന്തിനാണെന്നും ഏതിനാണെന്നും അന്വേഷിക്കാതെ വിഷ്ണുവേട്ടൻ പറഞ്ഞ വാക്കുകൾ എന്റെ കാതിലല്ല പതിച്ചത്, എന്റെ ഹൃദയത്തിനകത്താ. വിഷ്ണുവേട്ടനെ ദൈവത്തെ പോലെ പ്രതീക്ഷിച്ചിരിക്കുന്ന എന്റെ ഹൃദയത്തിനകത്ത്. എന്തിനാ വിഷ്ണുവേട്ട എന്നെ ഇങ്ങനെ കരയിക്കുന്നത്? അകന്നിരിക്കുമ്പോഴും നമ്മൾ രണ്ടുപേരുടെയും മനസ്സ് ഒന്നാണെന്നാ ഞാൻ ഇതുവരെ കരുതിയിരുന്നത്. അതങ്ങനെയല്ലെന്ന് ഈ ഒരൊറ്റ സംഭവത്തോടു കൂടി വിഷ്ണുവേട്ടൻ തെളിയിച്ചു. അഗ്നിപരീക്ഷ നടത്തി വ്രതശുദ്ധി തെളിയിക്കാൻ ഞാൻ ജനകപുത്രി ഒന്നുമല്ല, ഒരു സാധാരണ സ്ത്രീയാ. വിഷ്ണുവേട്ടനെ മാത്രം മനസ്സിലേറ്റി കൊണ്ടു നടക്കുന്ന ഒരു സാധാരണ സ്ത്രീ. അങ്ങനെ ഇരുന്ന് സങ്കടത്തോടു കൂടി കരയുമ്പോഴായിരിക്കും ശാരദാമ്മ അങ്ങോട്ട് വരുന്നത്. എന്തിരിപ്പാ മോളെ ഇത്? ശാലിനി കണ്ണീരൊക്കെ തുടച്ചു മാറ്റണേ. ഇങ്ങനെ ഇരുന്നാ മതിയോ? എന്തെങ്കിലും കഴിക്കണ്ടേ? വന്നിരുന്നാലും കഴിക്കാൻ എനിക്ക് തോന്നണ്ടേ? ശരീരം മുഴുവനും വിറങ്ങലിച്ച് മരവിച്ചിരിക്കുക. ഒരു വറ്റു പോലും എനിക്ക് ഇറക്കാൻ പറ്റില്ല. എന്റെ പാതിയാണ് വിഷ്ണുവേട്ടനെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. പക്ഷേ എനിക്ക് തെറ്റി. എല്ലാ പുരുഷന്മാരും സ്വാർത്ഥരാണോ? ഞാൻ എങ്ങനെയമ്മേ ഇതൊന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താ? ശാരദാമ്മ പറയും, അമ്മയ്ക്ക് അറിയില്ല മോളെ. ഒരുപാട് ജീവിതാനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും അമ്മ ഒരു കാര്യം പറയട്ടെ.
എല്ലാ പുരുഷന്മാരും സ്വാർത്ഥരാകണമെന്ന് മോളിപ്പ എന്നോട് ചോദിച്ചില്ലേ? അതിനൊരു ഉത്തരം നൽകാൻ അമ്മയ്ക്കാവില്ല. പക്ഷേ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ഒരു ചെറിയ കരട് വീണ പോലും അത് വലിയൊരു കനല. നമ്മളെ നേരെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു കനല്. വിഷ്ണുവിന്റെ മനസ്സിൽ അങ്ങനെ ഒരു കനൽ വീണു കഴിഞ്ഞു. ഇതേ സമയം സത്യ ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കാണ്. സ്വിച്ച് ഓഫ് ആണല്ലോ. ഈ അച്ഛന്റെ ഫോണാണെങ്കിൽ എപ്പോഴും സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കണേ. ഇതേ സമയം ശാലിനിയുടെ അടുത്ത് ശാരദാമ്മ പറയും, ചെയ്തതെല്ലാം തെറ്റായി പോയിന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മോളെ? ശാലിനി പറയും, ഒന്നും എനിക്ക് വേണ്ടി ആയിരുന്നില്ലല്ലോ അമ്മേ. ക്ഷാമിക്കൊരു ജീവിതം ഉണ്ടാവാൻ, സത്യയുടെ മനസ്സ് കൈവിട്ട് പോവാതിരിക്കാൻ. അവസാനം എനിക്ക് തന്നെ എല്ലാം തിരിച്ചടിയായി വന്നില്ലേ എന്ന് പറഞ്ഞ് സങ്കടത്തിൽ കരയണേ. ശാരദാമ്മ മോളെ എന്ന് വിളിച്ചിങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ശാലിനി കരഞ്ഞോണ്ട് പറയും, പക്ഷേ ഒരവസാന ശ്രമം കൂടി ഞാൻ നടത്തി നോക്കും, പക്ഷെ അതും കൂടി കൈവിട്ടു പോയാൽ ഞാൻ എന്ന് പറഞ്ഞ് കരയുമ്പോ ശാലിനിയെ ശാരദാമ്മ മാറോട് ചേർത്ത് പിടിക്കുക. ഇങ്ങനെ സങ്കടത്തിലാ ശാലിനി ഇരിക്കുന്നത്. വിഷ്ണുവും അതേ സങ്കടത്തിൽ തന്നെയാ. ശാലിനി തന്നെ ഇത്രയും നാൾ ചതിക്കാണെന്നുള്ള ഒരു വിചാരത്തിലാ വിഷ്ണു നിൽക്കുന്നത്. സത്യ ആദ്യമായി കണ്ടതും ഉമ്മ കൊടുത്തതും ഇന്ന് സ്കൂളിൽ വെച്ച് സത്യയുടെ അച്ഛനോടൊപ്പം കണ്ടതും ഒക്കെ ആലോചിച്ചിട്ടാ വിഷ്ണു ഇങ്ങനെ വിഷമിക്കുന്നത്. ആരായിരിക്കും അത്? ഇങ്ങനെ ഒരാളെ കുറിച്ച് ശാലിനി ഇതുവരെ സൂചിപ്പിച്ചിട്ട് കൂടിയില്ല. ഇനി ഡൽഹിയില് ട്രെയിനിങ്ങിന് പോയപ്പോ ഉണ്ടായ പരിചയമായിരിക്കോ? അതോ ഇനി ശാലിനിയുടെ കഥ കേട്ട് അവളെ സഹായിക്കാൻ വന്ന ആരെങ്കിലും ആയിരിക്കോ? ആരാണെങ്കിലും അത് സത്യയുടെ അച്ഛനാണ്. ഇതുവരെയുള്ള എന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ എന്താണോ ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചത് ആ ഒരാളാ എന്റെ മുന്നിലൂടെ സത്യയെ പിന്നിലിരുത്തി പോയത്. ഇതിലെന്തെങ്കിലും സത്യം കാണോ? അല്ലാതെ ഏതെങ്കിലും ഒരാള് ഞാനാണ് സത്യയുടെ അച്ഛനെന്ന് പറഞ്ഞു വരില്ലല്ലോ. ആലോചിച്ചിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. സ്വന്തമാണെന്ന് വിചാരിച്ചതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് മറ്റൊരാളുടേതായി മാറുകയാണോ? അതാരാണെന്ന് അറിയണം. ഇവരൊന്നിച്ചാണോ ഡൽഹിയിൽ താമസിച്ചിരുന്നതെന്ന് പറയണം. ശാലിനി താൻ എന്നിൽ നിന്ന് അകലുകയാണോ? ശാലിനി എന്നോട് കാണിച്ചിരുന്ന അകൽച്ചയെല്ലാം ഇവൻ വരുന്നത് കൊണ്ടായിരുന്നോ? ആര് വന്നാലും നിന്നാലും തന്നെ എന്നിൽ നിന്ന് പറിച്ചു മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല. അകറ്റാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം ഉള്ളിന്റെ ഉള്ളിൽ എനിക്കിപ്പോഴും നിന്നെ വിശ്വാസ. നീയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ലടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന വിഷ്ണുവിനെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ എപ്പിസോഡിലുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്